ഭർത്താവിനെ വഞ്ചിച്ച, കാമുകനെ പറ്റിച്ച ഈ വ്യക്തിക്ക് ഇത് പറയാനുള്ള ധാർമ്മിക റൈറ്റ് എത്രമാത്രമുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇത് പറയുമ്പോഴും ഒരു കാര്യമുണ്ട്, ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിവിടരുത്. കാര്യം നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. അതായത് പെൺകുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞു, ഇനിയും ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല. ആ പെൺകുട്ടി ആരാണ്, എവിടെ നിന്നാണ് തുടങ്ങിയ കാര്യങ്ങൾ പാടില്ല. ആ മാന്യതയും മര്യാദയും നമ്മൾ കാണിക്കണം. 2, യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന് പറയേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ ഈശ്വറിന് അത് പറയേണ്ടി വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അമിത മാന്യതയൊന്നും കാണിക്കണ്ട, നിന്നെ തകർക്കാൻ ശ്രമിക്കുക, അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് പല ആൾക്കാരും. ഇത് തന്നെ നേരത്തെ റിനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പം വലിയ നെഹ്റുവിയൻ കളിച്ച് പറഞ്ഞു, റിനി എൻ്റെ സുഹൃത്താണ്. പിന്നീട് അവന്തിക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞു, അവന്തിക നിൻ്റെ സുഹൃത്താണ്, എൻ്റെ പൊന്നു രാഹുലെ, നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല നിൻ്റെ സുഹൃത്തുക്കളാണോ? ഇതൊരു ഫാഷനബിളായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിനപ്പുറം സത്യസന്ധമായി ഇതിലെ വിഷയങ്ങളെല്ലാം രാഹുൽ തുറന്നു പറയണം. ഈ പെൺകുട്ടി മാരീഡായിരുന്നു, രാഹുലിനെ അടക്കം വഞ്ചിച്ചുകൊണ്ടാണ് ഒരു ബന്ധം സ്ഥാപിച്ചത്. അതിനുശേഷമാണ് പല കാര്യങ്ങളും ഉണ്ടായത്. ഈ വസ്തുതകൾ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം വഴി ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അഫിഡവിറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ.